അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള ഖതമുൽ ഖുർആൻ മജ്ലിസിലുള്ള ഉമ്മമാരെ ഉപ്പമാരെ, അൽഹംദുലില്ലാ നമ്മൾ 8ാമത്തെ ഖത്തം പാരായണ സദസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുവരുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു ഇതിനെ കബൂൽ ചെയ്യട്ടെ. നാളെ നമ്മുടെ ഖബറിലേക്കും അള്ളാഹു ഇതിൻ്റെ പ്രകാശത്തെ എത്തിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിൽ പുതുതായി ചേർന്ന ആളുകളുണ്ടാവും. എങ്ങനെയാണ് ഖത്തം ഓതേണ്ടത് എന്നറിയില്ല, അവർക്ക് വേണ്ടി പറയുകയാണ്. യൂട്യൂബിൽ കാണുന്ന നമ്മുടെ ഈ വീഡിയോ അത് ശബ്ദത്തിൽ ആ ഓത്ത് വെക്കുക. ഹാഫിൽ അഹമ്മദ് നസീം ബാക്കി ഉസ്താദാണ് ഓതുന്നത്. ആ ഓത്ത് ശബ്ദത്തിൽ ഉറക്കനെ വെക്കുക. നമ്മൾ മുസാഫ് തുറന്ന് വെച്ചിട്ട് യൂട്യൂബിൽ ഉസ്താദ് ഓതുന്ന അതേ ഭാഗം, അതേ പേജ്, അതേ ആയത്തെടുത്ത് ഉസ്താദിൻ്റെ ഒപ്പം നമ്മുടെ മുസാഫിൽ നോക്കി മെല്ലനെ ഓതുക. നമ്മളെ ഓത്തിൽ തെറ്റ് വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ യൂട്യൂബിലെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുക, നമ്മളെ തെറ്റ് തിരുത്തുക. അതിനുശേഷം വീണ്ടും പ്ലേ അടിച്ച് ഉസ്താദിൻ്റെ കൂടെ ഇങ്ങനെ ഓതിപ്പോവുക. ഇങ്ങനെയാണ് ഖത്തമ് ഓതേണ്ടത്. സ്വയം തെറ്റ് തിരുത്തി, സ്വയം ഓത്ത് കേട്ട്, സ്വയം ഖുർആനിൽ നോക്കി സാവകാശം ഇങ്ങനെ ഓതി ഇങ്ങനെ വരണം. ഇത് ഒരു വട്ടം നമ്മൾ 2 ഏടാണ് ഓതുന്നത്. ഒരു വട്ടം ഓതി തീർത്ത ഒരു ഖത്തമ്. അതേ സ്ഥാനത്ത് ഒരാൾ എന്നും രാവിലെ വരുന്ന ഈ 2 ഏട് ഖുർആൻ 2 വട്ടം ഓതിയുണ്ടെങ്കിൽ 2 ഖത്തമാകും. 3 വട്ടം ഓതിയാൽ 3 ഖത്തമാകും. അങ്ങനെ 5ഉം 6ഉം വരെ മടക്കി ഓതുന്നവർ രാവിലെ സുബഹിൻ്റെ ശേഷം 2 വട്ടം ഓതും, അതുപോലെ ളുഹറിന് ശേഷം 2 വട്ടം ഓതും, പിന്നെ മഗ്‌രിബിനോ ഇശാന് ശേഷം 2 വട്ടം ഓതും. അപ്പോൾ 6 വട്ടമായില്ലേ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഖത്തമ് തീരുമ്പോൾ, ഈ 8ാമത്തെ ഖത്തമ് തീരുമ്പോൾ 6 വട്ടം ഓതുന്ന ആളുടെ 6 ഖത്തമ് തീരും, 5 വട്ടം ഓതുന്നവരുടെ 5 ഖത്തമ് തീരും. അപ്പോൾ എത്ര ഖത്തമാണോ ഓതാൻ നിങ്ങൾക്ക് കഴിയുക, നിങ്ങളുടെ ഒഴിവ് സമയമൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ഈ തുടക്കത്തിൽ തന്നെ ഓതുന്ന ഭാഗങ്ങൾ 2-3 വട്ടമൊക്കെ ഓതണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഖത്തം ഉമ്മാൻ്റെ പേരിൽ, ഒരു ഖത്തം വാപ്പാൻ്റെ പേരിൽ, ഒരു 10 റസൂലുള്ളാഹിൻ്റെ പേരിൽ, ഒരു 10 അമ്പിയാ ഔലിയാക്കളുടെ പേരിൽ, ഒരു 10 അവനാൻ്റെ ഖബറിക്ക്, ഇങ്ങനെയൊക്കെ നിയ്യത്ത് വെക്കാം. എങ്ങനെ ഒന്നും ഉമ്മാക്ക് വാപ്പാക്ക് എന്നൊക്കെ പറഞ്ഞാലും ഒക്കെ നമുക്കുള്ളത് തന്നെയാണ്, ഒക്കെ നമ്മളെ ഖബറിലേക്ക് ഉപകരിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മിൽ നിന്ന് മരണപ്പെട്ടുവരുടെ ഖബറിലേക്കും കൂടി അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കും. നാളെ നമുക്കും കിട്ടും. അത്തരത്തിലുള്ള ഒരു സൽക്കർമ്മമായി അള്ളാഹു നാം ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ഹദി അയച്ചവരുണ്ട്, ഖത്തം ഓതി പൂർത്തിയാക്കിയവരുണ്ട്, പുതിയ ഖത്തമിലുള്ളവരുണ്ട്, പുതിയ ആളുകളുണ്ട്. അള്ളാഹു ഒക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അർഹമായ പ്രതിഫലം ഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഹദി അയച്ചിട്ട് ദുആയിൽ ഉൾപ്പെടുത്താത്തതുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ മനസ്സിനൊരു സന്തോഷത്തിനും റാഹത്തിനും വേണ്ടിയിട്ടാണ്. ഇന്ന് കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്, നാളെയും ചിലപ്പോൾ കുറച്ച് ആൾക്കാരെ കിട്ടും. പലവരും ഹദി അയച്ചിട്ടുണ്ടാവും. എനിക്ക് വാട്സപ്പിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുകയോ ദുആ വസിയത്തോ അയച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാരാണ് അയച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ പേര് വായിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളെന്നെ അറിയിച്ചിട്ടില്ലെങ്കിൽ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ സമ്പത്തിൽ, ആരോഗ്യത്തിൽ, ഈമാൻ, ഇബാദത്തിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആൻ പാരായണത്തിലേക്ക് കടക്കാം. Welcome to the Khatmul Quran Majlis of MS Voice. Welcome to the Khatmul Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم.
ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون الله يستهزئ بهم ويمدهم في طغيانهم يعمهون أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون صم بكم عمي فهم لا يرجعون أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من
من الصواعق حذر الموت والله محيط بالكافرين يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون إن الله لا يستحيي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون
هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു തആല നാം ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പാകപ്പിഴകൾ വന്നവന് അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ നാളെ നമ്മുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ്റെ അഹിലുകാരി അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖുർആനുമായി ബന്ധപ്പെടുവാനും ധാരാളം ഖുർആൻ ഓതി ഖത്തമൊക്കെ തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാം ഓതുന്ന ഖത്തമിൻ്റെ ഒക്കെ പ്രതിഫലമായിക്കൊണ്ട് അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നാളെ ആരാരുമില്ലാത്ത ഖബറിലേക്ക് ഒരു പ്രകാശമായ ഒരു കൂട്ടുകാരനായി നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളും പരിശുദ്ധമായ ഖുർആൻ പാരായണവും ഒക്കെ എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങൾ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാം ഇന്നലെ വരെ ഓതിയത് ചൊല്ലിയ ദിക്റുകളും സലാത്തുകളെല്ലാം ഇബാദത്തുകളും അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഹദിയകളൊക്കെ അയച്ചു തന്നവർ അള്ളാഹു അവരുടെ ഹദിയകളൊക്കെ സ്വീകരിച്ച് അതിൻ്റെയൊക്കെ പ്രതിഫലം മരണപ്പെട്ടു പോയ ഉമ്മയുടെ ഉപ്പയുടെ ഭർത്താവിൻ്റെ സന്താനങ്ങളും സഹോദരന്മാരുടെ ഭാര്യമാരുടെ ഒക്കെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തികവരുടെ മേഖലകളിലേക്ക് അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു റാഹത്തായ ജോലി നൽകട്ടെ. ശമ്പളം കുറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് റാഹത്തായ ശമ്പളം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബീന ഹസൻ 2 ഖത്തം ഓതിയിട്ടുണ്ട്, ഹദിയ അയച്ചിട്ടുണ്ട്. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ താജുന്നിസ ബീവി ഹദിയ അയച്ചിട്ടുണ്ട്. പിന്നെ 5 ഖത്തം ഓതിയിട്ടുണ്ട്. അതുപോലെ സുബൈദ കൈപ്പമംഗലം ഹദിയ അയച്ചിട്ടുണ്ട്, ഖത്തം ഓതിയിട്ടുണ്ട്. നബീസമ്മ ആലുവ 2 ഖത്തം ഓതിയിട്ടുണ്ട്, ഹദിയ അയച്ചിട്ടുണ്ട്. ആദ്യം മുതലേ നമ്മളെ ഖത്തമുൽ ഖുർആൻ മജ്ലിസിലുള്ള ഒരു ഉമ്മയാണത്. മരണപ്പെട്ട ഭർത്താവിന് മറ്റ് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെയൊക്കെ പേരിൽ ഖത്തം ഓതിയിട്ടുണ്ട്, ഹദിയ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഖദീജ തുശൂർ 1.5 ഖത്തം ഓതിയിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ മഗ്ഫിറത്തിന്, അതുപോലെ തന്നെ മുറാദ് ഹാസിലാകാൻ രോഗശമനത്തിന് ദുആവസീയത്ത് ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ, ഭർത്താവ്, മറ്റു കുടുംബാദികൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആവസീയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു സഹോദരി ഹദിയ അയച്ചിട്ടുണ്ട്. മകന് പരീക്ഷയാണ്, പരീക്ഷയിൽ നല്ല വിജയമുണ്ടാകുവാൻ, നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയാനും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഹദിയ അയച്ചിട്ടുണ്ട്. സുബൈർ ആൻഡ് ഫാമിലി കൊല്ലം 32,200 ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. സുലൈഖ കാളികാവ് ഹദിയ അയച്ചിട്ടുണ്ട്. മരണപ്പെട്ട ഉമ്മയുടെയും മറ്റു കുടുംബാദികളുടെയും വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഖത്തം ഓതിയിട്ടുണ്ട്. സബിത കോട്ടയം മരണപ്പെട്ട ഉമ്മാക്ക്, മരണപ്പെട്ട കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെയൊക്കെ മഗ്ഫിറത്തിന് വേണ്ടി മുറാദ് ഹാസിലാക രോഗശമനത്തിന് ദുആവസീയത്ത് ചെയ്തിട്ടുണ്ട്, ഹദിയ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈനബ PC ഹദിയ അയച്ചിട്ടുണ്ട്. ഉമ്മാക്കും ഉപ്പാക്കും മരിച്ചുപോയവരുടെ ഒക്കെ മഗ്ഫിറത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ ജോലിയിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. മറിയമ്മ കുറ്റ്യാടി ഖത്തം ഓതിയിട്ടുണ്ട്, ഹദിയ അയച്ചിട്ടുണ്ട്. മരണപ്പെട്ട മാതാപിതാക്കൾ, മറ്റു കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, അവരുടെ മഗ്ഫിറത്തിന്, മുറാദ് ഹാസിലായ രോഗശമനത്തിന്, അതുപോലെ ആഫിയത്തുള്ള ദീർഘായുസ് ഉണ്ടാകാനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഇപ്പോൾ ഖത്തം ഓതിയത്, അറിയിച്ചത്, ഹദിയ അയച്ചത് ഒക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എന്തുദ്ദേശം വെച്ചുകൊണ്ടാണോ ഈ ഖുർആൻ ഖത്തം ഓതിയത്, അള്ളാഹു ആ ഖത്തമൊക്കെ കബൂൽ ചെയ്യട്ടെ. മരണപ്പെട്ടു പോയ ഉമ്മ, ഉപ്പ, ഭർത്താവ്, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, അവരുടെയൊക്കെ ഖബറിലേക്ക് അള്ളാഹു ഇതിൻ്റെ പ്രതിഫലം എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. അയച്ചു തന്ന ഹദിയ സ്വതക്കകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഉമ്മയുടെ പേരിൽ സ്വതക്കയാക്കിയത്, ഭർത്താവിൻ്റെ ഭാര്യയുടെ പേരിൽ, പിതാവിൻ്റെ പേരിൽ, സന്താനങ്ങളുടെ പേരിലൊക്കെ സ്വതക്കയാക്കി ആ സ്വതക്ക അള്ളാഹു സ്വീകരിച്ച് അവരുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കട്ടെ. ആ പ്രതിഫലം കണ്ട് സന്തോഷിക്കാൻ അള്ളാഹു ആ ഖബറാളികൾക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ പറയപ്പെട്ട ഉമ്മമാർ അള്ളാഹു അവരുടെ മുറാദുകളൊക്കെ അള്ളാഹു അസിലാക്കി, രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി, പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ.
ഇന്നലെ ഓതി അറിയിച്ചവർ, മിഞ്ഞാന്ന് ഓതി അറിയിച്ചവർ, നാലാന്ന് ഓതി അറിയിച്ചവർ, ഇങ്ങനെ തുടങ്ങി ഈ മജ്ലിസ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ആരൊക്കെ ഇവിടെ ഖുർആൻ ഓതിയിട്ടുണ്ടോ, ഖത്തമ് പൂർത്തിയാക്കിയവർ, ഖത്തം ഒരു പേജെങ്കിലും ഓതി പിന്നെ ഓതാൻ കഴിയാതെ പോയവർ എല്ലാവരെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവരുടെയും അള്ളാഹു മുറാദുകൾ ഹസിലാക്കി എല്ലാവരുടെയും ആക്കിബത്ത് നന്നാക്കി ഈമാൻ നന്നാക്കി തരട്ടെ. രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫ നൽകട്ടെ. സാമ്പത്തിക മേഖലയിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മളെ മജ്ലിസുമായി സഹകരിച്ചവർ, മരണപ്പെട്ടു ഉമ്മയുടെ ഉപ്പയുടെ പേരിൽ ഹദിയകൾ അയച്ചവർ, അള്ളാഹു അവരുടെ സാമ്പത്തിക ഉറവിട മേഖലകളിൽ നാട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും, കച്ചവടം ഉണ്ടാവും, കൂലി വേലയ്ക്ക് പോകുന്നവരുണ്ടാവും, ഡ്രൈവർമാരുണ്ടാവും, അതുപോലെ വിദേശത്തുള്ളവരുണ്ടാവും, ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നവരുണ്ടാവും. അള്ളാഹു എല്ലാവരുടെയും സാമ്പത്തിക മേഖല അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. കോരുന്ന കിണറ്റിലെ ഉറവയുണ്ടാകും എന്നാണ്. നമ്മളെ കഴിവനുസരിച്ച് നമ്മളെ സ്വതക്ക കൊടുക്കുമ്പോൾ അള്ളാഹു നമ്മളെ സമ്പത്തിൽ ബർക്കത്ത് നൽകും എന്നതിന് സംശയമില്ല. ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അധികരിപ്പിച്ച് തരിക തന്നെ ചെയ്യുമെന്നാണ്. അതുകൊണ്ട് നാം നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ പേരിൽ ചെയ്യുന്ന ഈ ഹദിയകൾ അതിൻ്റെ പ്രതിഫലമായി കൊണ്ട് നാളെ ഖബറിലേക്കും ഇന്ന് അള്ളാഹു ദുനിയാവിലും നാം പ്രതീക്ഷിക്കാത്ത രീതിയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരമാവധി നമ്മളെ മജ്ലിസിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. ഞാൻ സാധാരണ വാട്സപ്പ് ഗ്രൂപ്പിൽ വിടുന്ന ലിങ്കുകളൊക്കെ കണ്ട് വിട്ടുകൊടുത്താൽ മതി. നിങ്ങളെ പരിചയക്കാരാണെങ്കിൽ ഇങ്ങനെ പറയാൻ ഖത്തമ് തുടങ്ങിയിട്ടുണ്ട്, കൂടിക്കോളിയും സാവകാശം ഇങ്ങനെ ഖത്തമോതി തീർക്കാം, തെറ്റുകൂടാതെ ഓതാം, നല്ല ശൈലിയിൽ ഓതാം ഒക്കെ പറഞ്ഞ് ഈ നമ്മുടെ ഖത്തമോത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ് ഖത്തമ് ഓതേണ്ടത് എന്നുള്ളതും കൂടി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാനിപ്പോൾ എന്നും ഇത് പുതിയ ആളുകൾക്ക് വേണ്ടി എങ്ങനെ ഓതണമെന്ന് എന്നും പറയില്ല, 1-2 ദിവസം പറയും, അത് കഴിഞ്ഞാൽ ഞാൻ നിർത്തും. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളാരൊക്കെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത്. അപ്പോൾ അവരുമായി നിങ്ങൾ ഡിസ്കസ് ചെയ്ത് ഈ മജ്ലിസിൻ്റെ സ്വഭാവം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഹൈറായ സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മുണ്ടാതെ പരസ്പരം തെറ്റി നിൽക്കുന്നവരുണ്ട്, അള്ളാഹു അവർക്ക് പരസ്പരം മുണ്ടാനും സ്നേഹത്തോടെ കഴിയാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പേരിൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വദത്തൈൻ ഓതി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. إلى حضرة نبينا سيدنا وشفينا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
آمين آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات، وتسلمنا بها من جميع الأسقام والآفات، وتذكرنا بها من جميع السيئات، وتغفر لنا بها جميع الخطيئات، وتقضي لنا بها جميع الحاجات، وترفعنا بها عندك أعلى الدرجات، وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تغفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام، وأن تدفع عنا ونحل بلدنا وبيتنا هذا السم الناقع والداء القامع والوباء القاتل إنك مجيب سامع، وأن تصرف عنا الطاعون والبلاء وتعصمنا من ذلك أهلك والوباء، وتحجبنا بنورك من شد عدونا وشد الملعون ومن شد الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار. പടച്ചവനെ ലോകരക്ഷിതാവായ അർഹമുറാഹിമായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഖുർആൻ ഓതുന്നത്, ദിക്ർ ചൊല്ലുന്നത്, സ്വലാത്ത് ചൊല്ലുന്നത്, ഫർള് നമസ്കരിക്കുന്നത്, സുന്നത്ത് നമസ്കരിക്കുന്നത്, സദഖ ചെയ്യുന്നത്, റബ്ബേ നോമ്പ് നോൽക്കുന്നത്, ഇങ്ങനെ തുടങ്ങി അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ. അതിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഇതൊക്കെ നാളെ ഞങ്ങൾ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അതിൻ്റെയൊക്കെ സവാബിനെ പ്രതിഫലത്തെ ഹബീബായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പുന്നാര ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ അമ്പിയാക്കൾ മുർസലീങ്ങൾ അവരുടെ അനുചരന്മാരെല്ലാം അമ്പിയാക്കൾ മുർസലീങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അസ്ഹാബുൽ ബദരീങ്ങളെ ഹുദീങ്ങളെ ഖന്ദഖീങ്ങളെ ഹുനൈനീങ്ങളെ തബൂഖീങ്ങളുടെ എല്ലാ സ്വഹാബത്തെ കിറാമിന്റെ ഹദ്റത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എല്ലാ ഔലിയാക്കളും സ്വാലിഹീങ്ങളും സജ്ജനങ്ങളും മശായിഖന്മാർ ഖൈറിന്റെ അഹ്ലുകാർ ശുഹദാക്കളും സുദ്ദീഖീങ്ങളുടെ ഒക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റബ്ബേ, പ്രത്യേകിച്ച് ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ളതായ നിന്റെ മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങളൊക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഈ ഖത്മുൽ ഖുർആൻ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് ഈ ദുആക്ക് ആമീൻ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരുള്ള ഓരോ മഹല്ലിലെയും ഓരോ വീട്ടിലെയും പരിസരത്തുള്ള പരിസരത്തും അന്ത്യവിശ്രമങ്ങളുന്ന എല്ലാ മഹാന്മാരുടെ ഔലിയാക്കളുടെ ഒക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റബ്ബേ, അവരുടെയൊക്കെ ദറജകൾ നിവർത്തി കൊടുക്കണേ റബ്ബേ. അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ ആക്കിബത് നന്നാക്കി തരണേ അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കി തരണേ റഹ്മാനെ. ലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ലോകരക്ഷിതാവായ റഹ്മുറാഹിമായ അല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ ദോഷങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയം നന്നാക്കി തരണേ അല്ലാഹ്. സ്വഭാവം നന്നാക്കി തരണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ വശലാക്കല്ലേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും വശലാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ശൈത്വാനിയത്തിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ശൈത്വാനിയത്തിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ദുഷിച്ച ചിന്തകളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന്, സ്വഭാവങ്ങളിൽ നിന്നൊക്കെ കാക്കണേ റഹ്മാനെ. അല്ലാഹു, അത്തരം പ്രവർത്തനങ്ങളിൽ പെട്ടുകൊണ്ട് മോശമായി കൊണ്ടിരിക്കുന്ന മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളൊക്കെ മഈശത്തിന് മേഖലയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. കടം കൊണ്ടൊക്കെ വിഷമിക്കുന്നവരുടെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, വിവാഹം നടക്കാത്തവരുണ്ട്, ഖൈറിന്റെ വഴികൾ തുറന്നു നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളൊക്കെ മഈശത്തിന്റെ മേഖലയിലുള്ള ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പല സന്ദർഭങ്ങളിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് നല്ല പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരന്മാർ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ
ഉള്ളിലുള്ള വേദനകൾ, വിഷമങ്ങൾ, ആവലാദികൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അല്ലാഹുവേ അതൊക്കെ നിനക്കറിയാമല്ലോ റഹ്മാനെ. നീ ഖൈറിലും സന്തോഷത്തിലുമാക്കണേ അല്ലാ. റബ്ബേ ഖത്മുൽ ഖുർആൻ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് ദുആക്ക് വേണ്ടി ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ, മനസ്സിൽ എന്തെല്ലാം പ്രയാസങ്ങൾ, വിഷമങ്ങളാണുള്ളത് നിനക്കറിയാമല്ലോ റബ്ബേ. ജീവിതത്തിൽ എന്തെല്ലാം വിഷമങ്ങളാണ് സഹിക്കുന്നത് നിനക്കറിയാമല്ലോ റഹ്മാനെ. എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നിനക്കറിയാമല്ലോ അല്ലാ. എല്ലാത്തിനും നീ സലാമത്ത്, സമാധാനം, ശിഫാ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളെ മക്കളൊക്കെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ. ദീനുള്ള മക്കളാക്കണേ അല്ലാ. ഖബറിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. പള്ളിയുമായി ബന്ധപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ അല്ലാഹുവേ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളോട് ഓതിയതിൻ്റെ ചൊല്ലിയതിൻ്റെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഒക്കെ പ്രതിഫലത്തെ ഞങ്ങൾ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളും ബന്ധുമിത്രാദികളും മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടെ നാളെ ഞങ്ങളൊക്കെ ഖബർ നീ സന്തോഷത്തിനും റാഹത്തിനുമാക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ മഹ്ഫദ് കൊണ്ടല്ലാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവരുടെ ഖബറിടത്തിലേക്ക് എന്തെങ്കിലും മക്കളായ ഞങ്ങൾ ഭാര്യമാരാകുന്നു, ഞങ്ങൾ ഭർത്താക്കന്മാരാകുന്നു, ഞങ്ങൾ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്നവരാണ്. അല്ലാഹുവേ ഞങ്ങൾ ദിവസവും ഖുർആനൂദി അവരുടെ ഹദ്റത്തിലേക്ക് ഹദിയ ചെയ്യുന്നുണ്ട്. പലവരും മരണപ്പെട്ടു പോയവരുടെ ഹദ്റത്തിലേക്ക് സ്വതക്കകൾ നൽകി, ഹദിയകൾ നൽകി, സമ്പത്ത് നൽകി, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവരുണ്ട്. റഹ്മാനായ റബ്ബേ മരണപ്പെട്ടവരെ ആണ്ടാകുന്ന ഖുർആനോദി, ഖത്മോദി, അതുപോലെ തന്നെ ദിക്ർ, സ്വലാത്തുകൾ ചൊല്ലി, മൗലൂദ് ചൊല്ലി ദുആ ചെയ്യുന്നവരുണ്ട്. എല്ലാവരെയും നിനക്കറിയാമല്ലോ റഹ്മാനെ. എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ആ മരണപ്പെട്ടവരുടെ ഖബറിടത്തിലേക്ക് അതിൻ്റെയൊക്കെ പ്രതിഫലം കണ്ടുകൊണ്ട് ആ ഖബറിൽ കിടന്ന് സന്തോഷിക്കാൻ അവർക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വജൂ ശരീഫ് കണ്ടുകൊണ്ട് സന്തോഷിച്ച് സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ, ഒരു വെള്ളിയാഴ്ച പകലിലോ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ സക്കറാത്ത് എളുപ്പമാക്കി തരണേ അല്ലാ. മരണം നന്നാക്കി തരണേ അല്ലാ. സാലിഹീങ്ങളിൽ ദുനിയാവിൽ നിന്ന് വിട പറയും പോലെ വിട പറയാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. بحق محمد صلى الله عليه وسلم وآل محمد صلى الله عليه وسلم وصحاب محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരമാവധി ദിക്ർ സലാത്തുകളൊക്കെ ചൊല്ലി ഇൻഷാ അല്ലാഹ് അവിടെ എണ്ണം വെക്കണം. വ്യാഴാഴ്ച മജ്ലിസിലേക്ക് അറിയിക്കണം. അല്ലാഹു കബൂലാക്കട്ടെ. ഉസിക്കും ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.